ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഉണ്ട്. എന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞായറാഴ്ച വളക്കാപ്പ് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് ചൊവ്വാഴ്ച എന്ന് വെച്ചാൽ ഇന്നലെ ഫോട്ടോഷൂട്ട് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ വിചാരിച്ച പോലെ എൻ്റെ ഡ്രസ്സ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി ഒരു 8 മണിക്ക് ആകുമ്പോഴാണ് എനിക്ക് ഡ്രസ്സ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും ബുധനാഴ്ചത്തേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഉച്ചയായി ഒരു 3:30-4 മണിക്ക് ആകുമ്പോഴേക്കാണ് നമ്മൾ ഷൂട്ടിൻ്റെ സമയം പറഞ്ഞേക്കുന്നത്. നമ്മൾ പഞ്ചവടി ബീച്ച് ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. പറയുമ്പോൾ സംസാരിക്കുമ്പോൾ നന്നായിട്ട് ഗതപ്പ് വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ പ്രത്യേകിച്ച് വലിയ ഷൂട്ട് എന്നാൽ സിമ്പിളായിട്ടുള്ളൊരു മെറ്റേണിറ്റി ഷൂട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം ഇനി പുറപ്പെടണം. അപ്പോൾ സമയം 2 മണി ആവാറായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് 3 മണിയാകുമ്പോഴേക്കും ഇറങ്ങാമെന്നാണ് വിചാരിക്കണേ. പതുക്കെ പോകാമെന്ന് വെച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങും. അപ്പോൾ അവിടേക്കും പോണേക്കാൻ മുന്നേ ഒന്ന് സെറ്റ് ആവണം. എന്തായാലും അവിടെ പോയേക്കും ഒന്നാമതേ നല്ല ചൂട് കൂടുതൽ. അവിടെ പോയി എന്തായാലും വിയർത്ത് കുളിച്ചാകെ ഒരു വിധാവും. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ AC ഒക്കെ ഇട്ടൊന്ന് തണുപ്പിക്കട്ടെ വിചാരിച്ചിട്ട് ഞാൻ നിൽക്കാട്ടോ. ഇനിയിപ്പോൾ എനിക്ക് പുറപ്പെടണം, മുടിയൊക്കെ ഒന്ന് സെറ്റാക്കണം. പ്രത്യേകിച്ച് മേക്കപ്പ് എനിക്കധികം ഇഷ്ടമല്ല. എൻ്റെ മേക്കപ്പ് മാത്രമായിട്ട് എനിക്ക് ഇഷ്ടം. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ചേച്ചിമാർ കൊളാബ് ചോദിച്ചിട്ടുണ്ടായി വളക്കാപ്പിൻ്റെ. അപ്പോൾ അവരോടൊന്നും ഞാൻ ഒന്നും പറഞ്ഞില്ല. കാരണം എനിക്ക് എന്താണെന്നറിയോ, എനിക്ക് എന്നെ മേക്കപ്പ് ചെയ്തിട്ട് കാണണത് അധികം ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ മേക്കപ്പ് ഞാൻ ചെയ്യുന്ന മേക്കപ്പ് എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നാറ്. നമ്മൾ പുറത്തുനിന്ന് ഒരാൾ മേക്കപ്പ് ചെയ്ത് തരുമ്പോൾ എനിക്കെന്തോ എന്നെ തീരെ സെറ്റാവാറില്ല. എൻ്റെ കല്യാണത്തിനായാലും അതെ, എനിക്കത് അധികം ഇഷ്ടമാവാറില്ല. എനിക്ക് നോർമൽ നമ്മുടെ സാധാരണ മേക്കപ്പ് ഇഷ്ടം. അത് കാരണമായിട്ട് ഞാൻ വളക്കാപ്പിനൊന്നും വെക്കാതിരുന്നത്. നമുക്ക് കൊളാബിനൊക്കെ ചേച്ചിമാർ കുറേ പേര് ചോദിക്കും, അവർക്കൊരു ഹെൽപ്പ് ആവുമായിരുന്നു. പക്ഷെ എനിക്ക് അതെന്തോ എനിക്ക് സെറ്റാവാത്ത കാരണമാണ് ഞാൻ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ മേക്കപ്പ് ചെയ്യട്ടെ. മേക്കപ്പ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ എപ്പോഴും യൂസ് ചെയ്യണ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫേസ് സ്കാൻഡയുടെയും അതുപോലെ തന്നെ NYBയുടെ ഈ ഒരു ഫൗണ്ടേഷനാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിയും മുട്ടിയും ചെറിയൊരു മേക്കപ്പാണ് ഞാൻ ചെയ്യുന്നത്. അതിന് മുന്നേ മുടി ഒന്ന് സെറ്റാക്കണം. മുടി ഞാൻ മിക്കവാറും അഴിച്ചിടും. അപ്പം അതിന് മുന്നേ അതൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ. ആദ്യം ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് പിന്നെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കട്ടെ ചെയ്തത്. NYBയുടെ ഫൗണ്ടേഷനാണ് ഇത്. പിന്നെ ലിക്വിഡ് പോലെ കേട്ടോ, അടിപൊളി സംഭവമാണ് കേട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഫേസ് സ്കാനർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സൺസ്ക്രീൻ ഒന്നും ഇട്ടില്ല കേട്ടോ. കാരണം ഞാൻ ചിലപ്പോൾ ഈ വെയിലത്തൊക്കെ ഇറങ്ങി നന്നായി വിശർത്ത് ഒലിക്കുമെന്ന് എനിക്ക് ചെറിയൊരു പേടി കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് പൗഡറൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സ്ട്രോപ്പ് ക്രീം ഒന്ന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തു. അങ്ങനെ നോർമലായിട്ടുള്ള മേക്കപ്പായിട്ട് ചെയ്തത്. എനിക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല, മേക്കപ്പ് ചെയ്യാന്ന് പറയുന്നത് എന്തോ ഒരു ചടങ്ങ് പോലത്തെ ഒരു കാര്യമാണ് കേട്ടോ. എനിക്ക് മുന്നൊക്കെ കോളേജിൽ എങ്ങനെയാ പോയി എനിക്കൊരു ഐഡിയ ഇല്ല. മുന്നേ ഫുള്ള് കോളേജിൽ പോകുമ്പോൾ ഫുൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് മസ്കാരയും കണ്ണ് അടിയിലും മുകളിലൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഭയങ്കര ഇതിലാ പോവാറ്. പിന്നെ ആ ഒരു ഇതൊക്കെ ഇപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് മാറിയേക്കുന്നത്. ഇപ്പോൾ മേക്കപ്പ് ചെയ്യാൻ ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ല. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിട്ടോ, കമന്റിൽ ഞാൻ കണ്ടു മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ. പിന്നെ വീട്ടിലിരിക്കല്ലേ, അപ്പം അതിൻ്റെതായ ഒരു ഇതൊന്നും ഇപ്പോൾ മേക്കപ്പ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും എപ്പോഴും തോന്നാറില്ല. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെതായ ഒരു മേക്കപ്പ് തട്ടിക്കുട്ടി അങ്ങനെയായിട്ട് ചെയ്യാറ്. ഇപ്പം എനിക്ക് ഡെയിലി കണ്ണൊന്നും എഴുതാൻ ഇഷ്ടമില്ല കേട്ടോ. കാരണം കണ്ണ് എഴുതി വെച്ചെങ്കിൽ ഒരു 2-3 ദിവസത്തേക്ക് ഫുള്ള് കണ്ണിൻ്റെ ചുറ്റും കറുത്ത പാടാവും. അത് കാരണം എനിക്കത് കണ്ണ് എഴുതാനൊന്നും ഇഷ്ടമില്ല. മുന്നേന്ന് വെച്ചാൽ ഡെയിലി എഴുതിയിടുന്ന. പിന്നെ കണ്ണിൽ നന്നായിട്ട് മസ്കാരി ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ കോളേജ് കഴിഞ്ഞ് വന്നു വെച്ചെങ്കിൽ വെളിച്ചെണ്ണ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണുമൊക്കെ ഒന്ന് ഇതാക്കി തുടച്ച് കളഞ്ഞാൽ അതങ്ങനെ പോവാറുണ്ട്. പിറ്റേ ദിവസത്തേക്ക് ഒരു കറുത്ത കളർ ഉണ്ടാവാറേ ഇല്ല കേട്ടോ. പിന്നെ എൻ്റെ മുടി ഞാനും ആദർശനും കൂടി സെറ്റ് ആക്കാട്ടോ. ഈ ഒരു സംഭവം എനിക്ക് ചേച്ചി തന്നായിരുന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായി. ഞാൻ അങ്ങനെ ഡെയിലി ഉപയോഗിക്കാറൊന്നുമില്ല. പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് നിൽക്കാറുണ്ട് കേട്ടോ. ഇത് കുറെ നേരത്തേക്ക് ലോങ് ലാസ്റ്റ് ഒന്നും ചെയ്യില്ല കേട്ടോ. കുറച്ച് നേരം മാത്രമേ മുടി നമ്മൾ ചെയ്ത പോലെ സെറ്റായിട്ട് കിടക്കുള്ളൂ. എന്നാലും കുറച്ച് നേരം കഴിഞ്ഞാലും ഇത് ചെയ്തതിൻ്റെ ഒരു ഭംഗി നമ്മുടെ മുടിയും എപ്പോഴും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ്. എനിക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുടെ കൂടി ഹെൽപ്പ് ഉണ്ടെങ്കിൽ സുഖമായിരുന്നു. ഫ്രണ്ട് പോർഷനൊക്കെ ഞാൻ ചെയ്തു, ബാക്ക് പോർഷനൊക്കെ ആദർശേട്ടൻ്റെ ഇടയ്ക്ക് ഫുള്ള് സ്ട്രൈറ്റ് ചെയ്ത് തന്നെ. ഇതിന്റെ ലിങ്ക് കിട്ടാച്ചെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ ഉണ്ടാവും തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതേ എൻ്റെ മുടി കണ്ടില്ലേ, ഇതെല്ലാം സെറ്റായിട്ട് നല്ല ഭംഗിയിൽ എടുക്കണില്ലേ. പിന്നെ ആദർശേട്ടൻ ബാക്ക് സെറ്റ് ചെയ്ത് നിന്നപ്പോൾ ഞാൻ വീണ്ടും ആ ഫ്രണ്ട് പോർഷൻ ഒന്നും കൂടി ഇങ്ങനെ വെറുതെ നിൽക്കല്ലേ, അപ്പോൾ ഒന്നും കൂടി അത് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പുറപ്പെടാൻ തുടങ്ങിയിട്ട് ഞാനൊരു 1 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ വെറുതെ എൻ്റെതായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് തീർക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആദർശേട്ടൻ കുളിക്കാൻ പോയിട്ടാ. അങ്ങനെ പിന്നെ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഞാൻ വേഗം തീർത്തു. അമ്മ ഇത് എവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ഡ്രസ്സായിട്ട് ഞാൻ ഉണ്ടായിരുന്നത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഇതിൻ്റെ ലിങ്കും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. കുറച്ച് റേറ്റ് കൂടുതലുണ്ട് കേട്ടോ. എന്നാലും സംഭവം അടിപൊളി മെറ്റീരിയലും നല്ല രസമുള്ള
ടോപ്പായിരുന്നു കേട്ടോ. പിന്നെ അമ്മ ഇതേ മിഠായി, തേജപ്പന് മിഠായിയും എനിക്ക് ഫ്രൂട്ട്സും വെള്ളം ഒക്കെ ആക്കിയിട്ട് ആദർശേണ്ടയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാറിൽ കൊണ്ടാക്കാൻ പോണ്. എൻ്റെ കയ്യിൽ അച്ഛങ്ങ ഉണ്ണിയുടെ ഒരു കുഞ്ഞു ഷൂവും അതുപോലെ തന്നെ നമ്മുടെ മോം ടു ബി ഡാഡ് ടു ബി മറ്റു സംഭവം ഉണ്ടല്ലോ, പിന്നെ ബോയ് ഓർ ഗേൾ ആ സംഭവം, അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആമസോണിൽ നിന്ന് ഒരു 2 ദിവസം മുന്നേ വന്ന സംഭവം കേട്ടോ. കാരണം ഇത് നമ്മൾ മീഷോന്നൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 7 ദിവസം പിടിക്കും. ആമസോൺ ആയതുകൊണ്ട് നമുക്ക് വേഗം 2 ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ട്, അപ്പം നമുക്ക് പെട്ടെന്ന് അർജന്റായിട്ട് വലുതും വാങ്ങിക്കാണ്ടെങ്കിൽ ആമസോൺ ആട്ടോ ബെറ്റർ. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയിട്ടാ. അപ്പൊ ചേച്ചിയും ചേട്ടനും അവിടെ നിന്ന് അങ്ങനെ വരും. വിഷ്ണുവേട്ടനും അഞ്ചും ഉണ്ട് കേട്ടാ. അവര് ഇപ്പൊ അഞ്ചുവിന് 3 മണി നമ്മളെ ഡ്യൂട്ടി കഴിയുക. അപ്പൊ വിഷ്ണുവേട്ടൻ നേരെ അമ്മയുടെ അവിടേക്ക് പോയിട്ട് അഞ്ചുവിനെ കൂട്ടിയിട്ട് അഞ്ചു വരാന്ന് എന്റെ അടുത്ത് പറഞ്ഞേക്ക്. ഇനി അറിഞ്ഞൂടാ, അവര് എത്തുണ്ടാവും മിക്കവാറും. അപ്പൊ ഞങ്ങള് പോയിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സ്, ഞാൻ ഷൂട്ടിന് എടുത്ത ഡ്രസ്സൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒപ്പിച്ചതാണ്. ഈ ഡ്രസ്സ് എന്റെ ഡ്രസ്സ് കിട്ടാൻ മാത്രമാണ് ഒന്ന് ലാഗായത്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒക്കെ 2-3 ദിവസം മുന്നെയാണ് ഒക്കെ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെയാണ് വേഗം ഡെലിവറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കിട്ടിയോണ്ട് ഈ ആഴ്ച തന്നെ വേഗം സെറ്റാക്കാൻ പറ്റി. എന്തായാലും ചേട്ടൻ എന്റെ എൻഗേജ്മെന്റിനും കല്യാണത്തിനൊക്കെ എടുത്ത ഫോട്ടോഗ്രാഫർ തന്നെയാണ് കേട്ടോ മെറ്റേണിറ്റി ഷൂട്ട് എടുക്കുന്നത്. അപ്പൊ ആ ചേട്ടനും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മള് പഞ്ചവടി നേരത്തെ പറഞ്ഞു, പഞ്ചവടി ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പൊ എന്തായാലും പോട്ടെ. ആദർശേട്ടനും ഇതേപോലെ ലൈറ്റ് കളർ ഷർട്ട് തന്നെയാണ് കേട്ടോ. എന്തോ ഭയത്തിന് വണ്ടിയുടെ ഉള്ളിൽ ഈ സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റി. ഇങ്ങനെ ഞങ്ങളിപ്പോ നെല്ലുവായി എത്തിയിട്ടാ. അപ്പൊ വിനീഷേട്ടനും ചേച്ചി ഇപ്പൊ എത്തും. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവരെന്നെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ നിക്കാട്ടാ. അവരോട് എത്താറായി പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായി. നല്ല ചൂടാണ്. ഇപ്പൊ കാറിലിരിക്കുമ്പോ കുഴപ്പമില്ല, ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി എന്താവും അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അവിടെ എത്തുമ്പോഴേക്കും വെയിലത്ത് ഇറങ്ങുമ്പോഴേക്കും ഞാനാകെ ഡള്ളാവും, എനിക്ക് ഉറപ്പാ. ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ നോക്കിയിരിക്കുന്ന സമയത്താണ് ആദർശേട്ടൻ പറയണേ, നോക്ക് ഇതാ ഒരു മദാമ വരുന്നു. ഞാനിപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരുത്തി തൊപ്പിയും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഫ്രീക്കത്തിയായിട്ട് വരുന്നേട്ടാ. പിന്നെ ഇതെനിക്ക് തേച്ചപ്പം വേഗം ഓടി കാറി കയറിട്ടോ. അവനാച്ചെങ്കിലേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ കളറ്. അപ്പോൾ അവര് വരണ വഴിക്ക് തേച്ചപ്പിള്ള ഡ്രസ്സൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നേ. ചേച്ചി തൊപ്പി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഫോട്ടോഷൂട്ടിന് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. സംഭവം എനിക്ക് ഇങ്ങനെ തൊപ്പി വെക്കണതേ എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ അവള് ജസ്റ്റ് ഒന്ന് വെറൈറ്റിക്ക് നമുക്ക് തൊപ്പി വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും ഷൂട്ടല്ലേ, അപ്പൊ ഒന്ന് അടിപൊളി ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൈ പിടിച്ചതായിരുന്നു. അങ്ങനെ ഇത് വിനീഷേന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോ വിനീഷയുടെ അവിടെ സംസാരിക്കാൻ നിന്നുട്ടോ. അങ്ങനെ ഇത് തേജപ്പൻ അവന്റെ മുടിയൊക്കെ സെറ്റ് ആക്കി കൊണ്ടിരിക്കട്ടെ കണ്ണാടി നോക്കിയിട്ട്. അപ്പൊ ഞാൻ വെറുതെ അതിട്ട് ഇങ്ങനെ കളിയാക്കായിരുന്നു. പിന്നെ ഇത് വിനീഷേട്ടൻ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടാണ് കാറിൽ കയറിയേക്കുന്നത് കേട്ടോ. സംഭവം ചേട്ടൻ ഹെൽമെറ്റ് ഊരാൻ മറന്നേക്കണതാ തോന്നുന്നു. പിന്നെ എല്ലാരും കൂടിയിട്ട് അതിനെ കളിയാക്കലായിട്ട പണി. പിന്നെ ഇത് നമുക്ക് പോണ വഴിക്ക് ഇത് സിഗ്നലിൽ അവിടെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ ടൈം നമ്മൾ ഇവിടെ പോസ്റ്റായി നിന്നുട്ടാ. അപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്ന നേരം വഴുകുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. പഞ്ചവടി ബീച്ചിക്ക് ഞാൻ പോയേക്കണത് 2021 തോന്നുന്നു. നമ്മുടെ തേജപ്പന് 1 വയസ്സുള്ളപ്പോൾ നമ്മള് ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന്റെ. അപ്പൊ അത് ആ ബീച്ചിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ എന്റെ ഓർമ്മയില് കുന്നംകുളത്ത് നിന്ന് കുറച്ചേ ഉള്ളൂ എന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നേ. കാരണം കുറെ നാൾക്ക് മുന്നേ അല്ല പോയിട്ടുണ്ടായിരുന്നേ. പിന്നെയാണ് നമ്മൾ എത്ര പോയിട്ടും അങ്ങടെ എത്തുന്നില്ല. പിന്നെ നല്ല ദൂരം ഉണ്ടെന്ന് മനസ്സിലായിട്ടാ. ചാവക്കാട് ബീച്ചിലൊക്കെ ഭയങ്കര തിരക്കാവില്ലേ. അപ്പൊ പിന്നെ നമ്മൾ ആ തിരക്കിന്റെ ഇടയിൽ പോയി നിന്നിട്ട് ഫോട്ടോ ഒന്നും എടുക്കണ്ട വിചാരിച്ചു. അപ്പൊ ഈ ഒരു ഭാഗത്താച്ചെങ്കിൽ അധികം ഓവർ തിരക്കൊന്നും ഉണ്ടാവില്ല, ഭയങ്കര അടിപൊളി അറ്റ്മോസ്ഫിയർ ആട്ടോ. പിന്നെ ഇതേ പുന്നയൂർ പഞ്ചായത്ത് ആ ഒരു ഭാഗത്തേക്കാട്ടോ പോകുന്നത്. പിന്നെ ഇവിടെ എത്താറാകുമ്പോഴാണ് പഞ്ചവടി ബീച്ചല്ല എക്കോ ബീച്ചിലേക്കാണെന്നൊക്കെ പറയണേ. പിന്നെ ഇവര് ഫുള്ള് ലൊക്കേഷൻ മാറ്റിലും ലൊക്കേഷനൊക്കെ നോക്കി നമ്മളങ്ങനെ പോണേട്ടാ. നമ്മുടെ ഫോട്ടോഗ്രാഫർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെ വിളിച്ചപ്പോൾ ആള് ലൈവ് ലൊക്കേഷൻ ഇട്ടുന്നു. അപ്പൊ പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ റോഡ് കാണുമ്പോൾ ഈ സൈഡിലൊക്കെ ബീച്ച് ഉണ്ടെന്ന് നമുക്ക് തോന്നേയില്ല. ഒരു വീട്ടിലേക്ക് പോകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആട്ടോ ഈ ഒരു സ്ഥലത്ത് കൂടെ പോകുമ്പോൾ. ഇവിടെ ഒരു മെന്റൽ ഹോസ്പിറ്റൽ ഉണ്ട്, പിന്നെ അപ്പുറത്ത് തന്നെ ഒരു റിസോർട്ട് ഉണ്ട്. ഒരു ഭയങ്കര ഒരു കാമായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ബീച്ച് ഉണ്ടെന്ന് നമുക്ക് തീരെ തോന്നില്ല കേട്ടോ. കാരണം ഒരു പറമ്പിന്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ പോണ പോലെയുള്ള ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം പഞ്ചവടി ബീച്ച് എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ വിഷ്ണുവേട്ടനും അഞ്ചും അവിടേക്കാണ് ലൊക്കേഷൻ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടുത്തെ ആരും അധികം പഞ്ചവടി ബീച്ചിന്റെ ഭാഗത്തേക്കൊന്നും പോകാറില്ല. നമ്മളെല്ലാരും ചാവക്കാട് ബീച്ചിലേക്കായിട്ട് പോവാറ്. അപ്പോൾ ഈ ഒരു സ്പോട്ട് എന്ന് പറയുമ്പോൾ ആർക്കും വലിയ ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ
അങ്ങനെ അവരും ലൊക്കേഷൻ ഇട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലൊക്കേഷൻ മാറി എന്നിട്ട് ഇവിടുത്തെ ലൈവ് ലൊക്കേഷൻ ഇട്ട് കൊടുത്തു. അങ്ങനെ അവരും നമ്മുടെ പുറകെ എങ്ങനെയൊക്കെയോ സ്ഥലം ഒപ്പിച്ചിട്ട് നോക്കി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ എത്താറാകുമ്പോൾ മൂസിച്ചാന്റെ കാർ ഇവിടെ കിടക്കുന്നുണ്ട്. അവര് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാടുന്നു കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ ഭയങ്കര തണലായിരുന്നു കേട്ടോ. എനിക്ക് ആകെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ, വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറെ ദൂരേക്ക് നടക്കാൻ പറ്റില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മൂസിച്ചേട്ടൻ പറഞ്ഞു കേട്ടോ നമുക്ക് ബീച്ചിന്റെ അടുത്ത് വരെ ഈ കാറ് പോകാൻ പറ്റുമെന്നൊക്കെ. അങ്ങനെ നോക്ക് ഒരു നല്ല രസമുണ്ട് കേട്ടോ. ഒരു ജസ്റ്റ് ഒരു പറമ്പ്, അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ബീച്ച്, നല്ല അടിപൊളി വൈബാണ്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടേക്ക് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെയല്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാരല്ല ജസ്റ്റ് ഫോറിനേഴ്സ് ഒക്കെ വന്ന് അവര് കുളിക്കുന്നു, അവരവിടെ എൻജോയ് ചെയ്യുന്നു, അങ്ങനെയായിരുന്നു. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ കുറെ കുഞ്ഞേ റിസോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അവർക്കൊക്കെ പെട്ടെന്ന് സെറ്റ് ആവും തോന്നുന്നു, കാരണം അധികം തിക്കും തിരക്കൊന്നും ഇല്ലാത്തൊരു സ്പേസ് ആണ് കേട്ടോ. വലിയ അലമ്പില്ല തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് വരണമെങ്കിൽ കറക്റ്റ് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ നല്ല കൂളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. കുറെ ആൾക്കാരോ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തന്നെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ മൂസിച്ചേട്ടൻ കുറെ സംഭവങ്ങളൊക്കെ കൈ പിടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് ഫോട്ടോ എടുക്കണതിന്റെ ഓരോ സ്പോട്ടുകൾ അവിടെ സെറ്റ് ആക്കി നടക്കാട്ടോ. ഞങ്ങൾ പതുക്കെ നടക്കാം. ഓട്ടെ പഴൊക്കെ വെച്ചിട്ടാ സെറ്റ് ചെയ്യാൻ കൊട്ട. ലൊക്കേഷൻ വിട്ടെടുത്തോ നമ്മള് ലൈവ്. അങ്ങനെ മൂസിച്ചേട്ടൻ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനുണ്ടാവും. അപ്പൊ നമ്മളിവിടെ ആരുടെയൊക്കെ ഫോണിലാണ് റീൽസ് എടുക്കേണ്ടത്, ഷോർട്സ്, ലോങ് വീഡിയോ, അതൊക്കെ അങ്ങനെ പറഞ്ഞ് സെറ്റ് ആക്കാറുണ്ട്. അപ്പൊ നിന്റെ തേജപ്പനാട്ടോ എനിക്ക് കുറെ വീഡിയോസ് ഒക്കെ എടുത്തു തന്നത്. ഈ തൊപ്പിയ ചെടി തൊപ്പിയ രസം ഉണ്ടാവും. ഇതാ വിളിക്കുന്നു. താറ് വിളിക്കേണ്ടി വരും. എന്റെ വണ്ടിയെ പോയി ഈ കവർ പിടിക്കുന്ന അച്ഛനെ പിടിക്കാം. ഈ സ്റ്റിക്കിന് പ്രശ്നമില്ല. അതെ, ഇതാണ് ഞങ്ങളുടെ മേക്കപ്പ് മാൻ വിത്ത് എന്താ പറയാ കുട്ടി. ഇതാ നടക്കാൻ കിട്ട്. ഈ തൊപ്പി വെച്ചാണ് ഞാനല്ല അവളുടെ കേട്ടോ. ഇപ്പൊ തരാ ദർശ എപ്പോഴാണ് നമുക്ക് തൊപ്പിയതാ പണക്ക് പറ്റാൻ പറ്റാ. അവിടെ ചൊക്കടച്ചോ. മൂസിച്ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വിളിച്ചിട്ട് ഫ്രൂട്ട്സ് ഓറഞ്ച് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ആ സ്ഥലം മാറിയപ്പോൾ ആകെ കൺഫ്യൂഷനായി. പഞ്ചവടി ബീച്ച് മാറിയിട്ട് ഇനി എക്കോ ബീച്ച് എവിടെയാ, രാജ ബീച്ച് എവിടെയാന്നൊക്കെ ഇങ്ങനെ തപ്പി ഞങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അതങ്ങനെ മറന്നു പോയിട്ടുണ്ട്. പിന്നെ എന്തോ ഭാഗ്യത്തിന് അമ്മ ഓറഞ്ചും ആപ്പിളൊക്കെ തന്നയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് നമ്മൾ കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുത്തു കേട്ടോ. പിന്നെ പഴം വെക്കണില്ല. അപ്പൊ പഴം നമ്മൾ തേച്ചപ്പനെ കൊണ്ട് തീറ്റിപ്പിക്കുക കേട്ടോ. അവന് കുറച്ചേശ്ശെ വിശക്കുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കുട്ടിയോടുത്ത് പഴം കഴിക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ അവൻ അങ്ങനെ പഴം കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉണ്ണിയുടെ ഷൂ ഒക്കെ ഞാനിത് ആമസോണിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ല എല്ലാതും ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആമസോണും ഫ്ലിപ്കാർട്ടും വേഗം ഡെലിവറി കിട്ടുന്ന സംഭവത്തിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇതേ അതൊക്കെ നമ്മൾ കൈ പിടിച്ചിട്ട് നല്ല സ്പേസ് നോക്കിയിട്ട് ഇങ്ങനെ നടക്കാൻ കേട്ടോ. കുറച്ചുകൂടെ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ടൊന്ന് ഫ്രണ്ടിലോട്ട്. അപ്പോൾ എൻ്റെ സിംഗിൾ ഫോട്ടോ ആയിട്ട് ആദ്യം മൂസിച്ചേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് അങ്ങനെ ഓർമ്മ വന്നത് എൻ്റെ എൻഗേജ്മെന്റിന് മൂസിച്ചേട്ടൻ അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസോള് പറഞ്ഞു തരണതാ കേട്ടോ. അതേപോലെ ഇതിനും അതിങ്ങനെ അങ്ങനെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര കംഫർട്ടായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റിൻ മെറ്റീരിയലാണ് കേട്ടോ. ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്, എന്നാലും വലിയ ആ പൈസക്കുള്ള നല്ല ബോത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു കേട്ടോ. നല്ല ഫിനിഷിങ്ങിലായിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരണേ. പിന്നെ പുറകിൽ സിബ് ഉണ്ട്, എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എന്താ പറയാ അത്രയും ടെൻഷൻ അടിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു കളർ ആകെ XL ഒരു പീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വേഗം ചാടിക്കറി ഓർഡർ ചെയ്തു. പിന്നെ നോക്കുമ്പോൾ സ്റ്റോക്ക് ഔട്ടാണ്. പിന്നെ ഇനി അത് കിട്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ആയിട്ടാവും. സ്റ്റോക്ക് ഔട്ട് കാണിക്കുമ്പോൾ ഞാൻ ഓർഡർ ചെയ്യണേക്കെ മുന്നേ സ്റ്റോക്ക് ഔട്ട് ആയി ഉണ്ടാവോ, അങ്ങനെ ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചു. പക്ഷെ സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ്. ആദർശാൻ്റെ ഷർട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചതായിരുന്നു. അങ്ങനെ ഇത് ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ഇവിടെ
തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതേ ആ മരത്തിന്റെ ഇടയിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കുറെ ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മൾ പതുക്കെ ബീച്ചിലേക്ക് ഇറങ്ങി കേട്ടോ. നമ്മുടെ അഞ്ചും വിഷ്ണുവേട്ടനൊക്കെ അപ്പൊ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ നമ്മളെ ബീച്ചിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കട്ടെ. അപ്പൊ അഞ്ചു ഇതേ വെള്ളമൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി ബീച്ചിന്റെ അങ്ങോട്ട് നടക്കാതെ കൊണ്ട് പതുക്കെ പതുക്കെ ഇരിക്കാച്ചെങ്കിൽ നടക്കാനൊന്നും തീരെ വൈകുന്നേ ഉരുണ്ട് പതുക്കെ നടന്നെന്നാലും അങ്ങോട്ട് എത്തിയിട്ടാ. പിന്നെ ഇതേ വിഷ്ണുവേട്ടനും എല്ലാവരും ഇങ്ങനെ ഓരോ ഫോട്ടോ എടുക്കുക, വർത്താനം പറഞ്ഞിരിക്കുക. പിന്നെ ആദർശേട്ടൻ്റെ ഒരു വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പറഞ്ഞുട്ടാ, ഉണ്ണിയുടെ ഷൂ പിടിച്ച് നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ അപ്പുറത്ത് ചേച്ചിക്കും ചേട്ടനൊക്കെ അവർ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ വിഷ്ണുവേട്ടൻ്റെ അഞ്ചുണ്ണി ഫോട്ടോസ് എടുത്തു. അങ്ങനെ നമ്മള് എല്ലാവരും കൂടിയിട്ട് ചില്ലായിട്ട് നിൽക്കുന്ന ഒരു സമയം ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ശേഷം ഇങ്ങനെ ഇരുട്ടായി തുടങ്ങിയിട്ടാ. അപ്പൊ നമ്മള് വേഗം ഫോട്ടോസൊക്കെ വേഗം സെറ്റ് ആക്കുക, പിന്നെ അതിങ്ങനെ സെൻഡ് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ അവിടെ പണിക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ ഒരു വലിയൊരു വഞ്ചിയല്ല തോണി എന്നാണോ പറയുക, കറക്റ്റ് അറിയില്ല കേട്ടോ. ആ ഒരു സംഭവം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ മുകളിലാണ് ഞാൻ ഇരിക്കണേ കേട്ടോ. അപ്പൊ നമ്മൾ ശരിക്കും സോഫയിൽ ഇരിക്കണപ്പോൾ ഞാൻ നല്ല അടിപൊളി സംഭവമായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റിയ നല്ലൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതും ഇരിക്കുകയാണ്. വിഷ്ണുവേട്ടനും ആദർശേട്ടനും കൂടിയിട്ട് നമ്മുടെ ഗേൾ ഓർ ബോയ് ആ സംഭവമൊക്കെ സ്റ്റിക്കൊക്കെ ഒട്ടിച്ച് റെഡിയാക്കാറുണ്ട് കേട്ടോ. ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഷൂട്ട് അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. തേജപ്പനും തോളിലൊക്കെ കയറ്റിയിട്ട് വിനീഷേട്ടൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ഈ സംഭവം സെറ്റാക്കാണ്. എല്ലാവർക്കും ഗേളിനെയാണ് വേണ്ടത്. എല്ലാവരുടെയും കൈ ഫസ്റ്റ് പോണത് വേഗം ഗേൾ ബേബി ഇമ്മയ്ക്ക് ആൻഡ്രോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേ ഇവിടെ കുറേ ഞണ്ടോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഞണ്ടോളം ഇങ്ങനെ കൂട്ടായിട്ട് നടന്നു വരിക. അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ ഇവരിതേ പേര് എഴുതുന്നു, കളിക്കാൻ നിൽക്കട്ടോ. അവിടെ പേര് എഴുതിയിട്ട് മറ്റേത് കടലൊന്ന് മായ്ക്കോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഒരു 5:45 6 മണി ആകുമ്പോഴേക്കും ഇവിടെ നിറച്ച് ഞാൻ പറഞ്ഞല്ലോ ഫോറിനേഴ്സ് അവര് കുളിക്കുക, അവരുടെ ഒരു എൻജോയ്മെന്റ്. പിന്നെ കുറെ പേര് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പിള്ളേരോട് കേട്ടോ. അങ്ങനെ നല്ല രസമായിരുന്നു. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ട്രോളിയിട്ടും തമാശയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കട്ടോ. പിന്നെ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് നടക്കട്ടോ നമ്മുടെ കാറിന്റെ അടുത്തേക്ക്. കാർ ഇവിടേക്കൊക്കെ ചിലവർ കൊണ്ടുവരുന്നുണ്ട്. എന്നാലും നമുക്ക് ചെറിയ പേടി, എങ്ങാനും പുഴയിൽ താന്നു പോയി കഴിഞ്ഞു വെച്ചെങ്കിൽ നമുക്ക് പണി കിട്ടുമല്ലോ. അത് രാത്രി നമ്മൾ അധികം നേരം ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് ബാക്കിക്കായിട്ട് നമ്മുടെ വണ്ടി ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയിൽ കയറി ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അതിന് മുന്നേ എനിക്ക് നൈസായിട്ട് ഒന്നിന് പോകാൻ തോന്നിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എത്ര നേരം ഇങ്ങനെ പിടിച്ചിരിക്കായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് പെട്രോൾ പമ്പ് കാണുമ്പോൾ അവിടെ കയറണം. അങ്ങനെ പെട്രോൾ പമ്പിലെത്തി നമ്മൾ യൂറിനൊക്കെ പാസ് ചെയ്തു. പിന്നെ വിനീഷേട്ടനും ചേച്ചിയും കൂടിയിട്ട് വിഷ്ണുവിൻ്റെ ബൈക്കുമ്പോൾ പോയിട്ട് അവർക്ക് എന്തോ ഫോണിൻ്റെ എന്തൊക്കെ സംഭവങ്ങൾ സെറ്റാക്കാണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുന്നംകുളത്തേക്ക് നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി വരിക കേട്ടോ. അപ്പോൾ അവർ കുന്നംകുളത്ത് ഫോൺ ഗാലറിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും നേരത്തെ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്യാം, ഇവരങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ എന്തായാലും ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞു വെച്ചെങ്കിൽ 10-20 മിനിറ്റ് പിടിക്കും. അപ്പൊ നമ്മളിവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു വെച്ചെങ്കിൽ അവരവരുടെ ഫോണിന്റെ സംഭവം റെഡിയാക്കിയിട്ട് നേരെ വന്നു വെച്ചെങ്കിൽ നമുക്ക് നേരെ ഫുഡ് കഴിക്കില്ലേ വേണ്ടു. അങ്ങനെ ഇവിടേക്ക് ഞാൻ നമ്മളെപ്പോൾ വരുമ്പോഴും കുന്നംകുളത്ത് വന്ന ഫുഡ് കഴിക്കാൻ ഈ ഒരു ഹോട്ടലിലേക്ക് തന്നെയാണ് വരാറ്. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ ഇത് കൈയും മുഖമൊക്കെ എല്ലാവരും കഴുകി ഇനി ഫുഡ് അടിക്കാൻ വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. അപ്പൊ ഇനി എന്താ കഴിക്കാന്നുള്ളൊരു കൺഫ്യൂഷനില്ല. നമ്മള് ഫസ്റ്റ് വിചാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേഗം കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഹോട്ടലിലേക്ക് ഓടിക്കയറുക. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് കഴിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാവട്ടോ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ എല്ലാവരും കുടിച്ച് ഇങ്ങനെ ഇരിക്കാനുണ്ട്. പിന്നെ ഫുഡിന് ഓർഡർ കൊടുത്തു. ചേച്ചിനും ചേട്ടനും ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫ്രൈഡ് റൈസും തേജപ്പന് എവിടെ പോയാലും ബിരിയാണി മതി. അങ്ങനെ തേജപ്പന് ബിരിയാണി പൊറോട്ടയൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്ക് ഇതേ ചേച്ചി ചേട്ടനും കൂടി വന്നു കേട്ടോ. അങ്ങനെ ഇതേ ഇവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റ് നമുക്ക് സെറ്റാക്കാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി 6 പേർക്ക് ഇരിക്കേണ്ട സീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു അവർ വേറെ സീറ്റൊക്കെ സെറ്റാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ അവര് ഒരു സ്റ്റൂള് പോലത്തെ സംഭവമൊക്കെ ഇവിടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കട്ടെ. പ്ലേറ്റ് ഒക്കെ അവർ കൊടുന്ന് വെച്ചു. ഇനി നമുക്ക് ഫുഡ് വരണം. അപ്പോൾ ഞാനും ആദർശനും വിഷ്ണുവേട്ടനും നൂൽ പൊറോട്ടയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചേച്ചി അഞ്ചു വിനീഷേട്ടൻ അവർ ഫ്രൈഡ് റൈസ്. നമ്മുടെ തേജപ്പൻ എപ്പോഴും ബിരിയാണിയാണ് ഫേവറേറ്റ്. അവന് ഒരു ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനുണ്ടോ. ആദർശാണ്ട് ഈ എക്സ്പ്രഷൻ കണ്ട് അറിഞ്ഞൂടെ പൊറോട്ട നല്ല ചൂടാന്ന്. അങ്ങനെ നമ്മുടെ വിഷ്ണുവിൻ്റെ കയ്യും പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ഞാനും കഴിക്കാട്ടോ പൊറോട്ടയും. പിന്നെ എന്താ ബട്ടർ ചിക്കൻ്റെ വേറെന്തോ ഒരു പേര് അവർ പറഞ്ഞേ. സംഭവം ബട്ടർ ചിക്കൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ്. എൻ്റെ തേജാപ്പിൻ്റെ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനെ ചിക്കൻ പൊളിച്ചിടാന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിക്കൻ പൊളിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് ഇങ്ങനെ സങ്കടം വരിക കേട്ടോ. കാരണം നമുക്ക് എത്രയും തേജപ്പം നമ്മുടെ ചെറിയ കുട്ടിയിരുന്നല്ലോ. അപ്പോൾ അവ അങ്ങനെ ഒറ്റയ്ക്ക് ഫുഡൊക്കെ കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം വരിക. എനിക്കറിഞ്ഞ
അറിഞ്ഞൂടാ. ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വലുതാവുക അതൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തോ പോലെ. നമുക്ക് എപ്പോഴും നമ്മുടെ തേജപ്പം കുഞ്ഞു കുട്ടി എന്നുള്ളൊരു ഇതല്ലേ. അപ്പോഴേക്കും എന്താ അങ്ങനെ കഴിക്കണാണ് അമ്മയ്ക്ക് ഭയങ്കര ഇപ്പം ഇങ്ങനെ കണ്ണന്നൊക്കെ വെള്ളം വരുന്ന വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഇത് നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ തേജപ്പൻ്റെ ബിരിയാണിയൊക്കെ ബാക്കിയായിട്ട് നമ്മൾ ആകെ ഹാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ ഫുള്ളൊന്നും കഴിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് കൈയൊക്കെ കഴുകി തിരിച്ച് നമ്മുടെ വീട്ടിൽ പോവാട്ടോ. അപ്പോൾ വീണ്ടും ചേച്ചിക്കും ചേട്ടനും അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാണ്ട് പറഞ്ഞിട്ട് ഒരു സംഭവം വാങ്ങിക്കാൻ പോവാണ്ട് കേട്ടോ. അപ്പോൾ അവരിതേ വിഷ്ണുവേട്ടൻ്റെ ബുള്ളറ്റിൽ പോവാം. അപ്പോൾ ഞാനും വിഷ്ണുവേട്ടനും അഞ്ചും കൂടിയിട്ട് ഞങ്ങളുടെ കാറിൽ പോകട്ടെ. എന്നിട്ട് നമ്മൾ നെല്ലുവായ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ വീർത്ത് എല്ലാവരും നന്നായിട്ട് ഫുഡ് അടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ നെല്ലുവായ്ക്ക് വിട്ടു. ചേച്ചിയും ചേട്ടനും വേഗം സാധനം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ അവരും എത്തിയിട്ടാ, നെല്ലുവായ്ക്ക് അവരും പെട്ടെന്ന് എത്തിയിട്ടാ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ. അവളൊരു മിക്സി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മിക്സി ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ആകെ ഒരു ജാറുള്ളത്, അതും ജ്യൂസ് അടിക്കുന്ന ജാറ് വെച്ചിട്ടാണ് നമ്മൾ ചോറും തേങ്ങയും അതുപോലെ തന്നെ അരിയൊക്കെ അരയ്ക്കാറ്. അപ്പോൾ അത് കുറേ നാളായിട്ട് മാറ്റണം എന്ന് വിചാരിക്കണം. അപ്പോൾ ചേച്ചി ഇത് അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് സംഭവം വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങളുടെ കാറിൻ്റെ ബാക്കിൽ വെക്കാട്ടോ, അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് എന്തായാലും ഇപ്പോൾ വരാൻ പറ്റില്ല, അപ്പോൾ ഞങ്ങളോട് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് ഉറപ്പാട്ടോ അമ്മ ഈ മിക്സി കിട്ടിയാലും അമ്മയുടെ പഴയ മിക്സി അമ്മ ഉപേക്ഷിക്കില്ല. എന്തായാലും ഈ ഒരു മിക്സി എടുത്തിട്ട് നമ്മുടെ റാക്കിൻ്റെ മുകളിൽ സുരക്ഷിതമായിട്ട് എടുത്ത് വെച്ചിട്ട് കുറച്ചും കൂടി നാളെ അമ്മ പഴയ മിക്സി എത്രത്തോളം ഓടിക്കാൻ പറ്റുമോ അത്രത്തോളം അമ്മ ഇരുന്ന് ഓടിക്കും. എനിക്ക് നല്ല ഉറപ്പാട്ടാ. അങ്ങനെ ടാറ്റ ബബയൊക്കെ പറഞ്ഞിട്ട് ചേച്ചിയും ചേട്ടനും പോയി. പിന്നെ വിഷ്ണുവേട്ടൻ്റെ ബൈക്ക് എടുത്ത് വരികയാണ്. അഞ്ചു നമ്മുടെ ഒപ്പം കാറിലാട്ടാ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ നമ്മളിതേ നമ്മുടെ വീട്ടിലെത്തി ഇതേ നമ്മളെയും കാത്തിട്ട് അമ്മ ഇതേ പഠിക്കൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എപ്പോഴാ വരിക, എത്താറായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ആദർശമായിട്ട് ഇതേ കാറൊക്കെ തിരിച്ചിട്ടു. ഞാൻ വന്ന പാടെ വേഗം ഉമ്മർത്ത് കയറി ഇരുന്നു കേട്ടോ. കാരണം ഞാൻ എന്താ പറയുക, ഉറക്കം വരിക, എന്തൊക്കെയോ ക്ഷീണമായിരുന്നു. അങ്ങനെ ഇതേ മിക്സി കണ്ടപ്പോൾ അമ്മ ഇത് എന്തത് എവിടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നോക്കട്ടാ. പിന്നെ മനസ്സിലായി ചേച്ചി വാങ്ങിച്ചു കൊടുത്താൽ പറഞ്ഞപ്പോൾ ആ പെണ്ണിന് വേറെ പണിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറയട്ടെ. പക്ഷെ എന്നാലും ആ മുഖത്തൊരു സന്തോഷമുണ്ട്. കുടിക്കുന്നതിന്റെ കേടൊന്നും അല്ലാതെ ബാക്കി കുഴപ്പമില്ല. അതൊന്നും പറഞ്ഞില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.